ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, മത്തായി 17:27 കാടപ്പക്ഷിക്കായി കൈ നീട്ടാതെ കടലിൽ പോയി ചൂണ്ടയിടൂ. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ വായിൽ സ്വർണം കിട്ടും, സ്വർണ നാണയം കിട്ടും. കാടപ്പക്ഷിക്കായി കൈ നീട്ടാതെ കടലിൽ പോയി ചൂണ്ടയിടൂ. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ വായിൽ സ്വർണം കിട്ടും, സ്വർണ നാണയം കിട്ടും. മത്തായി 17:27. അതുകൊണ്ട് അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ തുറക്കുമ്പോൾ സ്വർണ നാണയം കിട്ടും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ചങ്ക് വെച്ച് അധ്വാനിച്ചിട്ടേ സമ്മാനം തേടാവൂ. അന്യർക്കും ആർക്കുമാകട്ടെ നമ്മൾ ചോര വിയർത്തില്ല എന്ന് പറയിപ്പിക്കരുത്. നമ്മുടെ ഹൃദയം നേദിച്ചു, ഐ ഡിഡ് മൈ മാക്സിമം, ഞാൻ എൻ്റെ ഹൃദയം മുഴുവൻ കൊടുത്തു എന്ന് പറയുന്നിടത്ത് മത്സ്യം വാ തുറക്കും, കടല് വാ തുറക്കും. നീ കടലിലേക്ക് പോകണം. കാടപ്പക്ഷി വന്നു വീഴട്ടെ എന്നോർത്ത് കൈനീട്ടിയിരിക്കരുത്. മന്ന പൊഴിയട്ടെ എന്നും പറഞ്ഞ് കൈനീട്ടിയിരിക്കരുത്. നിനക്ക് ദൈവാശ്രയം കാണും, പക്ഷേ അന്യർക്ക് മുമ്പിൽ നിനക്കൊരു നീതി വേണം. നീ ചോര വിയർക്കണം. നീ പോയി കടലിൽ പോയി കൈ നീട്ടി ചൂണ്ടയിട്ട് നിന്റെ വിയർപ്പിന്റെ മണിയുടെ വാ, അതാണ് മത്സ്യം. വിയർപ്പ് മണിയുടെ വാ തുറക്കുമ്പം അതിനൊരു സ്വർണ്ണ നാണയം തിളങ്ങും. അതിന്റെ തിളക്കമുണ്ടല്ലോ, അതെടുത്തിട്ട് നീ കൊടുക്കണം. ചിലപ്പോൾ നിന്റെ ശുശ്രൂഷയ്ക്ക് സമ്മാനമുണ്ട്, നിനക്കൊരു സത്യം ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും നീ അധ്വാനിക്കണം, മുഴുവൻ കൊടുക്കണം, ചോര വിയർക്കണം. അപ്പോൾ കടല് മത്സ്യങ്ങളെ അയക്കും, അതിന്റെ വായയിൽ സ്വർണ്ണ നാണയം. എന്ന് വെച്ചാൽ പകുതി അധ്വാനവും പകുതി അത്ഭുതവും എന്നർത്ഥം. പകുതി അധ്വാനവും പകുതി അത്ഭുതവും കണ്ട് നീ മതിമറക്കുന്ന കാലം വന്നിരിക്കും. ആമേൻ.